കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയെ വീണ്ടും തിരുത്തി പാർട്ടി മന്ത്രി റോഷി അഗസ്റ്റിൻ. ജോസ് കെ മാണി പാലയിൽ തന്നെ മത്സരിക്കുമെന്ന് റോഷി. ലീഡർഷിപ്പ് ഏബിൾ ആണെന്ന് കണ്ടാലേ ജനം കൂടെ നിൽക്കൂവെന്നും ചെയർമാൻ മത്സരിക്കുമെന്ന് പറയുന്നതാണ് കോൺഫിഡൻസ് എന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു. എന്നാൽ സിറ്റിംഗ് MLA-മാരോ താനോ വീണ്ടും മത്സരിക്കുന്നതിലെ തീരുമാനമായിട്ടില്ലെന്നായിരുന്നു ജോസ് കെ മാണിയുടെ മറുപടി. ഞങ്ങളുടെ ചെയർമാൻ മത്സരിക്കും. ഒരു പാർട്ടിക്ക് എന്താ ആവശ്യം? പാർട്ടിക്ക് വേണ്ടത് പാർട്ടിയുടെ ലീഡർഷിപ്പാണ്. ലീഡർഷിപ്പ് ഏബിൾ ആണെന്ന് കണ്ടാലേ ജനങ്ങളെ കൂടുതലുള്ളൂ. പിന്നെ ഞങ്ങൾ എന്താ പിന്നെ അങ്ങ് വാർണിക്കുക? കേരള പാർട്ടിയുടെ ചെയർമാൻ അത് ലീഡർഷിപ്പ് തന്നെ ഉണ്ടാവും, മത്സരിക്കും എന്ന് പറയുന്നതാണ് കോൺഫിഡൻസ്. അത് ഞങ്ങളുടെ ജനങ്ങളുടെ അംഗീകാരം. ഇപ്പോൾ ഇരിക്കുന്ന MLA-മാർ പോലും അവർ തന്നെയാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഉൾപ്പെടെ ഇപ്പോൾ മത്സരിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതെല്ലാം നമ്മൾ പാർട്ടി ചർച്ചയ്ക്ക് ശേഷം പാർട്ടി ആലോചിച്ച് തീരുമാനിക്കും. നേരത്തെ കഴിഞ്ഞ ദിവസം ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങി ഇതേ കാര്യം റോഷി അഗസ്റ്റിൻ പറഞ്ഞതാണ് ജോസ് കെ മാണി മത്സരിക്കും എന്നുള്ള കാര്യം. ഇപ്പോൾ വീണ്ടും ജോസ് കെ മാണിയെ തിരുത്തിക്കൊണ്ട് റോഷി അഗസ്റ്റിൻ രംഗത്തെത്തിയിരിക്കുകയാണ്. വിവരങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, ഇപ്പോൾ പാർട്ടിയിൽ സൂപ്പർ ചെയർമാൻ എന്ന രീതിയിലേക്ക് റോഷി അഗസ്റ്റിൻ മാറുന്നു എന്നുള്ള സംശയമാണല്ലോ ഇതിലൂടെ വീണ്ടും വെളിവായിക്കൊണ്ടിരിക്കുന്നത്. ഒന്നല്ല, രണ്ടാം തവണയാണ് ഇക്കാര്യം റോഷി പറയുന്നത്. മഞ്ജുഷ, കുറ്റ്യാടിയിൽ കോൺഗ്രസ്സുകാർ സ്നേഹത്തള്ള് എന്നൊക്കെ പറഞ്ഞ മട്ടിൽ ചിലപ്പോൾ കേരള കോൺഗ്രസ്സുകാർ വിശദീകരിക്കുമായിരിക്കും. പക്ഷേ പ്രധാനപ്പെട്ട ഒരു വിഷയം, കഴിഞ്ഞ ദിവസം ജോസ് കെ മാണിയിൽ നിന്ന് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങി റോഷി അഗസ്റ്റിൻ പാർട്ടിയുടെ മന്ത്രി പറയുന്നു പാലയിൽ ജോസ് കെ മാണി മത്സരിക്കുമെന്ന് പറഞ്ഞു. അതിന് ജോസ് കെ മാണി നൽകിയ ഒരു മറുപടി അത് സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. അതിനൊപ്പം നൽകിയത് റോഷി അഗസ്റ്റിൻ യുവജന സംഘടന വഴി വന്ന ആളാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇച്ചിരി വികാരപരമായിട്ടൊക്കെ സംസാരിക്കുന്ന ആളാണ്. അതിനെ ആ തരത്തിൽ കണ്ടാൽ മതി. റോഷി അഗസ്റ്റിൻ അങ്ങനെ ഒരു വികാരപരമായിട്ടൊക്കെ പറയുന്ന, അല്ലെങ്കിൽ അത്രത്തോളം പക്വത എത്താത്ത ഒരു നേതാവ് എന്നൊരു പരോക്ഷ സൂചന റോഷി അഗസ്റ്റിൻ സ്നേഹത്തിലാണ് പറഞ്ഞതെങ്കിൽ പോലും പക്വതയോടുകൂടിയല്ല കാര്യങ്ങൾ പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളൊരു പരോക്ഷമായ വിമർശനം കൂടി എന്തായാലും അതിലുണ്ടായിരുന്നു. ഇന്ന് റോഷി അഗസ്റ്റിൻ്റെ മറുപടിയിൽ നിന്ന് അത് വളരെ വ്യക്തമാണ്. റോഷി എന്തായാലും ആ തരത്തിൽ തന്നെയാണ് അത് എടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാണ്. പാർട്ടിയുടെ ചെയർമാൻ മത്സരിക്കും എന്ന് പറയാനുള്ള കാരണം ലീഡർഷിപ്പ് ഏബിൾ ആണ് എന്നത് തെളിയിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ജനങ്ങൾ കൂടെ നിൽക്കൂ. അതിന് ലീഡർഷിപ്പ് ഏബിൾ ആണ് തെളിയിക്കണം എന്ന് പറയുന്നു. പാർട്ടിയുടെ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ അത് ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണി ഏബിൾ ആണ് തെളിയിച്ചാൽ മാത്രമേ ജനങ്ങൾ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നു. രണ്ടാമത് ചെയർമാൻ മത്സരിക്കണം. പാർട്ടിക്ക് എന്താ ചെയർമാൻ ഇല്ലേ, പാർട്ടി ഞങ്ങൾ അനാഥരല്ലോ എന്ന് ചോദിച്ചിട്ട് പാർട്ടി ചെയർമാൻ മത്സരിക്കും എന്ന് പറയുന്നതല്ലേ കോൺഫിഡൻസ് എന്ന് പറയുന്നു. അപ്പോൾ അത്ര ഒരു കോൺഫിഡൻസ് ഇദ്ദേഹത്തിനുണ്ടോ, ജോസ് കെ മാണിക്കുണ്ടോ എന്നതും വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. അതിനെല്ലാം അപ്പുറം അതിനുശേഷം പിന്നീട് റോഷി അഗസ്റ്റിൻ പറയുന്നതാണ് പ്രധാനം. ഞാൻ 6 തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്, 5 തവണ ഇടുക്കിയിൽ നിന്ന് മത്സരിച്ച ആളാണ്. ഞാൻ വളരെ